നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ ഹൃദയാഘാതം മൂലം രോഗി മരിച്ചു. മരിച്ചത് കോടശ്ശേരി സ്വദേശി. CPI പുതുക്കാട് മണ്ഡലം സമ്മേളനത്തിന് ആമ്പല്ലൂരിൽ തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിൽ അളഗപ്പ നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. ദേശീയപാത കൊടകരയിൽ ഗാന്ധിനഗറിന് സമീപം നിയന്ത്രണം വിട്ട കാർ വിളക്കുകാലിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരായി 3 പേർക്ക് പരിക്കേറ്റു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് മണ്ഡലം സമ്പൂർണ്ണ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആമ്പല്ലൂർ NSS കരയോഗത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വർണവില റെക്കോർഡിൽ പവന് 1560 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ ഹൃദയാഘാതം മൂലം രോഗി മരിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം. കോടശ്ശേരി വയലാത്ര വാവൽത്താൻ സിദ്ധാർത്ഥൻ മകൻ 34 വയസ്സുള്ള സിനീഷാണ് മരിച്ചത്. ഹെർണിയ ഓപ്പറേഷനു വേണ്ടി വെള്ളിയാഴ്ച രാവിലെയോടെയാണ് സിനീഷിന് അനസ്തേഷ്യ നൽകിയത്. ഇതിനു പിന്നാലെ അലർജി കാരണം ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഉടൻ തന്നെ സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ അവിടെ വെച്ച് വീണ്ടും ഹൃദയാഘാതം ഉണ്ടാവുകയും രോഗി മരിക്കുകയുമായിരുന്നു. വ്യാഴാഴ്ചയോടെയായിരുന്നു സിനീഷിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെള്ളിക്കുളങ്ങര പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ദേശീയപാത കൊടകരയിൽ ഗാന്ധിനഗറിനു സമീപം നിയന്ത്രണം വിട്ട കാർ വിളക്കുകാലിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയാണ് അപകടം. കൊടകര മേൽപ്പാലം ഇറങ്ങി വന്ന കാർ നിയന്ത്രണം വിട്ട് ദേശീയപാതയോരത്തെ വിളക്കുകാലിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വിളക്കുകാലിന്റെ അടിത്തറയടക്കം ഇളകി സർവീസ് റോഡിലേക്ക് വീണു. കാറിന്റെ ചക്രങ്ങൾ ഊരിത്തെറിച്ച നിലയിലാണ്. പരിക്കേറ്റവരെ ചാലക്കുടി, കൊടകര എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ലോറി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. ദേശീയപാത നെല്ലായി ജംഗ്ഷനിൽ നിയന്ത്രണമിട്ട ലോറി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലേക്ക് ഇടിച്ചു കയറി. സംഭവത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച പുലർച്ചെ 4:45ഓടെയായിരുന്നു അപകടം. ദേശീയപാതയിലൂടെ ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് നെല്ലായിയിൽ വെച്ച് നിയന്ത്രണം വിട്ടത്. തുടർന്ന് അതിവേഗ പാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കടന്ന ലോറി സമീപത്ത് നിർമ്മാണം നടന്നിരുന്ന 4 നില കെട്ടിടത്തിന്റെ ബേസ്മെന്റിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. നിർമ്മാണ സാമഗ്രികൾക്ക് മുകളിലൂടെ കടന്നാണ് ലോറി ബേസ്മെന്റിലേക്ക് എത്തിയത്. തൊട്ടടുത്ത് വലിയ കുഴിയുണ്ടായിരുന്നു. അതിൽ ചാടാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. സർവീസ് റോഡിലൂടെ പ്രഭാത നടത്തത്തിന് ഇറങ്ങിയവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് മണ്ഡലം സമ്പൂർണ്ണ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായി KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും നിയോജക മണ്ഡലം ചെയർമാനുമായ സെബാസ്റ്റ്യൻ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നിയോജക മണ്ഡലം ജനറൽ കൺവീനറുമായ PG രഞ്ജിമോൻ, സ്റ്റേറ്റ് കൗൺസിൽ അംഗം ജോയി പാണ്ടാരി, നിയോജക മണ്ഡലം വൈസ് ചെയർമാൻമാരായ ജോബി ജോൺ, തിലകൻ അയ്യഞ്ചിറ, സുരേഷ് കുമാർ, പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി, നിയോജക മണ്ഡലം ജോയിന്റ് കൺവീനർമാരായ രാജു തളിയപ്പറമ്പിൽ, ജേക്കബ്, വനിതാ വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഫൗസിയ ഷാജഹാൻ, നിയോജക മണ്ഡലം വനിതാ വിംഗ് ചെയർമാൻ രാഖി രഞ്ജിമോൻ, നിയോജക മണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രതീഷ് പോൾ, നിയോജക മണ്ഡലം ട്രഷറർ ഡേവിഡ് വില്ലടത്തുകാരൻ എന്നിവർ പ്രസംഗിച്ചു.
ഈ നിയോജക മണ്ഡലത്തിലെ ഏതൊരു വ്യാപാരിക്കും അവരുടെ പുറകിൽ കണ്ണടച്ച് നടക്കാൻ കഴിയും. കാരണം എവിടെയും കൊണ്ട് കഴിയില്ല. അതായിരിക്കണം നേതൃത്വം. അതാണ് നേതൃത്വം. നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ മേഖലയിൽ, വ്യാപാര മേഖലയിൽ ഈ കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ അതിനെ ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ ജനറൽ സെക്രട്ടറി ഇവിടെ 175 അല്ലാട്ടാ, 175 പേരുണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇന്ന് 190 പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പുതുക്കാട് നിയോജകമണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി സമൂഹത്തിന്റെ ഏതൊരു കാര്യത്തെയും നമ്മളെ കൈത്താങ്ങായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ജൂൺ 1-ാം തീയതി നടന്ന ചരിത്ര പ്രാധാന്യമുള്ള ലീഡേഴ്സ് മീറ്റിൽ നടന്ന പ്രഖ്യാപനങ്ങൾ വിശദീകരിക്കുന്നതിനും ആമ്പല്ലൂർ NSS കരയോഗത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രം അഗ്രശാലയിൽ നടക്കുന്ന ആഘോഷം NSS ഡയറക്ടർ ബോർഡ് അംഗവും പന്തളം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിക്കും. മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയാകും. കെ രാമചന്ദ്രൻ MLA സ്മരണിക പ്രകാശനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി എന്നിവർ പങ്കെടുക്കും. പെൻഷൻ പദ്ധതി വിപുലീകരണ ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ നിർവഹിക്കും. കരയോഗത്തിലെ 80 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ കരയോഗം സെക്രട്ടറി G കലാസാഗരൻ, പ്രസിഡന്റ് C മുരളി, വൈസ് പ്രസിഡന്റ് സജീവ് കരിപ്പേരി, ജോയിന്റ് സെക്രട്ടറി P രതീഷ് എന്നിവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NSS എന്ന പ്രസ്ഥാനത്തിന്റെ ഒരു ചെറിയ ഘടകമായ ആമ്പല്ലൂർ NSS കരയോഗം ഇന്ന് മൂന്നുപുരം താലൂക്കിൽ ഏകദേശം 2ാം സ്ഥാനം കൈവരിക്കാവുന്ന രീതിയിലുള്ള വളർച്ച പ്രാപിച്ച കരയോഗമാണ്. ഈ കരയോഗത്തിൻ്റെ 50ാം വാർഷികം ഈ ഞായറാഴ്ച 15-ാം തീയതി വിപുലമായി ആഘോഷിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നിലവിൽ നടന്നു പുതുക്കാട് തെക്കേത്തുറവ് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച കുടുംബസംഗമവും ആദരണീയവും നടത്തും. രാവിലെ 10-ന് തെക്കേത്തുറവ് NSS കരയോഗ മന്ദിരത്തിൽ നടത്തുന്ന ചടങ്ങ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് T സുരേഷ് ബാബു അധ്യക്ഷത വഹിക്കും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 12-ന് വള്ളിക്കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവോണ ഊട്ട് ഉണ്ടായിരിക്കും. 2-ന് കലാപരിപാടികൾ നടക്കും. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള 164ാമത് സൌജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നടക്കുന്ന ക്യാമ്പിൽ തിമിര രോഗമുള്ളതായി കണ്ടെത്തുന്നവർക്ക് സൌജന്യമായി ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ P രാധാകൃഷ്ണൻ, അനിൽ വടക്കെടുത്ത് എന്നിവർ പങ്കെടുത്തു. പാലക്കാട് അഹല്യ ആശുപത്രിയും കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബും ചേർന്ന് നടത്തുന്ന നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഈ വരുന്ന ഞായറാഴ്ച, അതായത് ജൂൺ 15-ാം തീയതി കാലത്ത് 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് ഈ സംരംഭം തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഏകദേശം 13,000-ൽ പരം രോഗികളെ ഈ നേത്ര ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. ഏകദേശം 6,000-ത്തിനടുത്തോളം ശസ്ത്രക്രിയകൾ നടത്താൻ പറ്റിയിട്ടുണ്ട്. തികച്ചും സൗജന്യമായ ഈ ക്യാമ്പ് എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ വിനീതമായിട്ട് എല്ലാവരോടും ഞങ്ങൾക്ക് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ ബന്ധു ലിവിയ ജോസ് കസ്റ്റഡിയിൽ. ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴാണ് ലിവിയ ജോസ് പിടിയിലായത്. ലിവിയയെ പിടികൂടാൻ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ബംഗളൂരുവിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരിയായിരുന്ന ലിവിയ സഹോദരിയുടെ ഭർത്തൃമാതാവ് ഷീല സണ്ണിയെ കൊടുക്കാൻ വ്യാജലഹരി കേസിൽ പ്രതിയാക്കുകയായിരുന്നു. തുടർന്ന് കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ദുബായിലേക്ക് പോവുകയായിരുന്നു. അതേസമയം കേസന്വേഷണത്തിന്റെ ഭാഗമായി ലിവിയയെ ശനിയാഴ്ച കേരളത്തിലെത്തിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് അളഗപ്പ് നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ NSS യൂണിറ്റിന്റെയും റെഡ് റിബൺ ക്ലബിന്റെയും നേതൃത്വത്തിൽ
രക്തദാനത്തെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ലിജോ ജോൺ ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ CV വിപിൻ, NSS കോർഡിനേറ്റർ രാഗിയ ജോസ്, HOD-മാരായ NP സെബി, സിൻഡോ, സിനോ ഫ്രാൻസിസ്, NSS സ്റ്റുഡന്റ് സെക്രട്ടറി M ഹാരൂൺ ഫ്രീജോ എന്നിവർ പ്രസംഗിച്ചു. ഫോറസ്റ്റ് ഓഫീസർ ശ്രീകാന്ത് മേലെടുത്ത് ക്ലാസ് നയിച്ചു. ബ്ലഡ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ ബ്ലഡ് കൊടുക്കാൻ പോകുന്നൊരു കാരണം ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്ലഡ് കൃത്യമായിട്ട് അവരെ ടെസ്റ്റ് ചെയ്തിട്ട് അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ റൊട്ടീൻ ചെക്കപ്പിന് നടക്കാത്ത പല ചെക്കപ്പുകളും ബ്ലഡിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. ജോലി ചെയ്യുന്നത് ഫോറസ്റ്റിലാണ്. ആനകളുടെ പുലിയുടെ കൂടി ജോലി ചെയ്യണം. പഠിച്ച ഇലക്ട്രോണിക്സ്. പിന്നെ എന്താണ് ബന്ധം ചോദിക്കും. 11 വർഷമായിട്ട് ബ്ലഡ് ഡൊണേഴ്സ് കേരള എന്ന് പറയുന്ന ഒരു NGO, ഒരു സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ്. അതിന്റെ കോർഡിനേറ്റർ ആണ്. അതായിട്ടാണ് എനിക്ക് ബ്ലഡുമായിട്ടുള്ള ബന്ധം. ജില്ലാ നാഷണൽ സർവീസ് സ്കീമിന്റെ ചാരെ തനത് പദ്ധതിയുടെ ഭാഗമായി ആളൂർ RMHS സ്കൂളിൽ ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ അടങ്ങിയ നോട്ട് പുസ്തകം വിതരണം ചെയ്തു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സുബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ TJ ലേസൻ, PTA വൈസ് പ്രസിഡന്റ് ബിജു മുല്ലശ്ശേരി, MPTA പ്രസിഡന്റ് രാജീവ് വർക്കി, HML മാനേജർ ജൂലിൻ ജോസഫ്, സ്റ്റാഫ് പ്രതിനിധി ജൂബി എന്നിവർ പ്രസംഗിച്ചു. തലൂർ ജീസസ് അക്കാദമി സ്കൂളിൽ വിദ്യാരംഭം കുറിച്ച് കുരുന്നുകൾ. കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് കൊമേഴ്സ് വിഭാഗം അധ്യാപിക പ്രൊഫസർ ദീപ പോൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോഷി വേണാട്ടുപറമ്പിൽ, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ബ്രിൽവിൻ ഒലക്കെങ്കിൽ എന്നിവരുടെ നേതൃത്വത്തിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ നിഷ ഡൊമിനിക്, MPTA ഭാരവാഹി വിൻസി, ഇടവക ട്രസ്റ്റി റിഷിൻ കുന്നത്ത്, വിദ്യാർത്ഥി അനുശ്രീ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വരന്തരപ്പള്ളി റിച്ച് മാക്സ് ഫിൻവെസ്റ്റും വിസ ഇൻഷുറൻസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ ജനറൽ മെഡിക്കൽ ക്യാമ്പ് ശനിയാഴ്ച വരന്തരപ്പള്ളി കൃഷ്ണ ബിൽഡിംഗ് റിച്ച് മാക്സ് ബ്രാഞ്ചിൽ വെച്ച് രാവിലെ 11 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെ നടക്കും. അശ്വിനി ആശുപത്രിയുടെ സഹകരണത്തോടെ നടക്കുന്ന ക്യാമ്പിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9778511797. പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. ശനിയാഴ്ച വൈകിട്ട് ഫാദർ ജോസഫ് മാളിയേക്കലിന്റെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയ്ക്കു ശേഷം വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കും. അന്തോണി നാമധാരികളുടെ സംഗമവും ഉണ്ടാകും. തിരുനാൾ ദിനമായ ഞായർ രാവിലെ ഫാദർ ജോബി കുര്യൻ വട്ടക്കുന്നേലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, ഊട്ടുനേർച്ച, വെഞ്ചിരിപ്പ്. 10:30 ഫാദർ അമൽ മാളിയേക്കലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, ഫാദർ ജിജി കുന്നേലിന്റെ സന്ദേശം, തുടർന്ന് പ്രദക്ഷിണം, തിരുസ്വരൂപം അൾത്താറയിൽ തിരികെ പ്രതിഷ്ഠിക്കൽ, നേർച്ച സദ്യ എന്നിവ നടക്കും. ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് 4-ന് മറ്റത്തൂർ GLPS ഹാളിൽ വെച്ച് പരിസ്ഥിതി സെമിനാർ സംഘടിപ്പിക്കുന്നു. ഡോക്ടർ MP രാജൻ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് അംഗം ഷൈനി ബാബു അധ്യക്ഷത വഹിക്കും. സർവകാല റെക്കോർഡിൽ സംസ്ഥാനത്തെ സ്വർണ്ണവില പവന് 1560 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ നിരക്ക് 74,360 രൂപയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. തുടർച്ചയായ 3-ാം ദിനവും സ്വർണ്ണവില വർദ്ധിക്കുന്ന കാഴ്ചയാണ് വിപണിയിൽ കാണുന്നത്. 1 ഗ്രാം സ്വർണത്തിന് 195 രൂപ വർദ്ധിച്ച് 9,295 രൂപയായി. മെയ് 15-ലെ 68,880 രൂപയാണ് സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. മാന്നാമംഗലത്ത് കാട്ടുപന്നിയെ ഷോക്കടിപ്പിച്ചു കൊന്ന് ഇറച്ചി വിൽപ്പന നടത്തിയ പ്രതികൾ പിടിയിൽ. മാന്നാമംഗലത്ത് കാട്ടുപന്നിയെ ഷോക്കേൽപ്പിച്ച് പിടിച്ച് ഇറച്ചി വിൽപ്പന നടത്തിയ 3 പേരെ വനം വകുപ്പ് പിടികൂടി. ചെന്നായിപ്പാറ സ്വദേശി കാലാപ്പറമ്പിൽ വീട്ടിൽ അജിത് കുമാർ, വെള്ളക്കാരിത്തടം സ്വദേശികളായ തറയിൽ വീട്ടിൽ രാജു, പാറക്കുളം വീട്ടിൽ ചന്ദ്രൻ എന്നിവരാണ് അറസ്റ്റിലായത്. പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ AC പ്രജിക്ക് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 3 പേരും പിടിയിലായത്. പ്രതികളുടെ വീട്ടിൽ നിന്ന് പന്നിയിറച്ചിയും ആയുധങ്ങളും പിടിച്ചെടുത്തു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറെ കൂടാതെ മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ M ഷാജഹാൻ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ MP സജീവ് കുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ TU രാജ്കുമാർ, ശ്രുതി നായർ, ബിജേഷ് MP, ഫോറസ്റ്റ് ഡ്രൈവർ അനിൽകുമാർ KS എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. CPI പുതുക്കാട് മണ്ഡലം സമ്മേളനത്തിന് ആമ്പല്ലൂരിൽ തുടക്കം.
സിപിഐയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി 100 പതാകകൾ ഉയർത്തി. സിപിഐ മണ്ഡലം സെക്രട്ടറി പി കെ ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പ്രസിഡന്റും സിപിഐ ജില്ലാ കൌൺസിൽ അംഗവുമായ കെ എം ചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സി യു പ്രിയൻ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി കെ വിനീഷ്, എം എ ജോയ്, വി ആർ സുരേഷ്, ടി കെ ഗോപി എന്നിവർ പ്രസംഗിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ അളഗപ്പ് നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. സിപിഐ ദേശീയ കൌൺസിൽ അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്യും. സിപിഐ ദേശീയ കൌൺസിൽ അംഗം കെ രാജൻ, സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ്, സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ വി എസ് പ്രിൻസ്, ഷീല വിജയകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് എന്നിവർ പങ്കെടുക്കും. പാർട്ടിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ 100 രക്തപതാകകൾ ഇവിടെ ഉയർത്തിക്കഴിഞ്ഞു. നാളെയും മറ്റന്നാളുമായി നമ്മുടെ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം സഖാവ് കെ രാജൻ, റവന്യൂ വകുപ്പ് മന്ത്രിയും ഇനി കാണാം ഇൻഫോടോക്ക്. മഴക്കാലമായതോടെ വെള്ളക്കെട്ടും പരിസര ശുചിത്വമില്ലായ്മയുമൊക്കെ പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങൾക്കും വഴിവെക്കാം. ഇക്കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് എലിപ്പനി. എലിപ്പനിയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും ഗുരുതരമാകുന്ന സാഹചര്യത്തെക്കുറിച്ചും പരിശോധിക്കാം. എലിപ്പനിയെ ലെപ്റ്റോസ്പൈറോസിസ് എന്നും അറിയപ്പെടുന്നു. എലിമൂത്രവുമായോ മറ്റ് ശരീരസ്രവങ്ങളുമായോ സമ്പർക്കം വഴി പകരുന്ന ഒരു പകർച്ചവ്യാധിയാണിത്. ഇതൊരു ബാക്ടീരിയ അണുബാധയാണ്. സാധാരണയായി കടികൾ, പോറലുകൾ അല്ലെങ്കിൽ മലിനമായ പ്രതലങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണവുമായുള്ള സമ്പർക്കം എന്നിവയിലൂടെ പകരുന്നു. പാടത്തും പറമ്പിലും കൃഷിപ്പണി ചെയ്യുന്നവർ, മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നവർ, കശാപ്പുശാലകളിലെ ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവരിലൊക്കെ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ശക്തമായ വിറയലോടുകൂടിയ പനി, കുളിര്, തളർച്ച, ശരീരവേദന, തലവേദന, ഛർദി എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. ചില ആളുകൾക്ക് വിശപ്പില്ലായ്മ, മനം പരട്ടൽ എന്നീ ലക്ഷണങ്ങൾ കൂടി ഉണ്ടാകാറുണ്ട്. കണ്ണിന് ചുവപ്പ്, നീർവീഴ്ച, വെളിച്ചത്തിലേക്ക് നോക്കാൻ പ്രയാസം എന്നീ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. തലവേദന തലയുടെ പിൻഭാഗത്തു നിന്നും തുടങ്ങി നെറ്റിയിലേക്ക് വ്യാപിക്കുന്നു. തുടക്കത്തിലെ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ എലിപ്പനി പൂർണ്ണമായും ഭേദമാക്കാനാകും. മലിനജലവുമായി സമ്പർക്കം വരുന്ന അവസരങ്ങളിൽ കയ്യുറകൾ, പാദരക്ഷകൾ, മാസ്ക് എന്നിവ ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ്. കാലാവസ്ഥ. കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. കേരള വിഷൻ പുതുക്കാട് നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരം 2025 അപേക്ഷ ക്ഷണിച്ചു. ഇൻഫോ നെക്സസ് കേബിൾ ടിവിയുടെ കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ നിന്നും 10-12 ക്ലാസുകളിലെ പരീക്ഷകളിൽ മുഴുവൻ A+, A1, ഗ്രേഡ് 1 വിജയം നേടിയ വിദ്യാർത്ഥികൾ ജൂൺ 15 മുൻപായി മാർക്ക് ലിസ്റ്റ് സഹിതം കേരള വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്ററുടെ പക്കൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ കേബിൾ ടിവി ഓപ്പറേറ്ററുമായി ബന്ധപ്പെടേണ്ടതാണ്. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,295 രൂപ, പവന് 74,360 രൂപ. തലൂർ ഷൈൻ ഇലക്ട്രിക്കൽസ് ഉടമ കൊളങ്ങാട്ടുകര രമേഷ് കുമാർ അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മാലിനിയാണ് ഭാര്യ. ശ്രീലക്ഷ്മി, ശ്രീഷ്മ, ശ്രീനന്ദ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ ഹൃദയാഘാതം മൂലം രോഗി മരിച്ചു. മരിച്ചത് കോടശ്ശേരി സ്വദേശി. സിപിഐ പുതുക്കാട് മണ്ഡലം സമ്മേളനത്തിന് ആമ്പല്ലൂരിൽ തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിൽ അളഗപ്പ് നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. ദേശീയപാത കൊടകരയിൽ ഗാന്ധിനഗറിന് സമീപം നിയന്ത്രണം വിട്ട കാർ വിളക്കുകാലിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരായി 3 പേർക്ക് പരിക്കേറ്റു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് മണ്ഡലം സമ്പൂർണ്ണ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആമ്പല്ലൂർ NSS കരയോഗത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
സ്വർണ്ണവില റെക്കോർഡിൽ പവന് 1560 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.